അസ്സലാമു അലൈക്കും. ഞമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഞ്ഞച്ചപ്പിലിൻ്റെ അപ്പം. അപ്പൊ നിങ്ങളെ നാട്ടിൽ ഇതിനെ എന്ത് പറയുന്നത് നമുക്കറിയാല. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന ഇതൊന്ന് കാണിക്കാം. ആവശ്യത്തിന് അരിപ്പൊടി എടുക്കുക. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും അരി എടുക്കുക. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം അതിലേക്ക്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അതിനെ കുഴക്കുക. നമ്മൾ സാധാരണ പത്തലിന് പരത്തും പോലെയല്ല, കുറച്ച് ലൈറ്റായിട്ട് അതിനെ കുഴക്കണം. ഒന്നത് സെറ്റായി വന്നതിന് ശേഷം നമ്മളെ ബെല്ലോ, ജാഗരി, പിന്നെ അതിലേക്ക് ആവശ്യമായ തേങ്ങ, പിന്നെ നമ്മൾ ചട്ടി വെച്ചിട്ട് അതിനെ നമ്മളെ ജാഗരിനെ മെൽട്ടാക്കാം. ഇതിലേക്ക് എണ്ണയോ വെള്ളമോ ഒഴിക്കരുത്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഏലക്ക ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക. അത് സ്വീറ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പിടുന്നത്. ഏകദേശം ജാഗരി മെൽട്ടായി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച തേങ്ങ അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി കൊടുക്കുക. തേങ്ങ ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് നിന്ന് അത് മാറ്റി വെക്കും. ചൂടാറാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റി വെക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഈ പുട്ട്, നേരത്തെ എടുത്തു വെച്ച പുട്ട് നല്ലതായിട്ട് പരത്താം. നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പണ്ട് ഇടുക. പണ്ടെന്ന് വെച്ചാൽ തേങ്ങാപ്പണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ, ആ സാധനം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇട്ടതിന് ശേഷം അതിന് നമ്മൾ നേരെ ഒട്ടിച്ചു കൊടുക്കുക. അതിന് നേരെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക നന്നായിട്ട്. അപ്പം നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതാ സാധനം. എന്നിട്ട് അതിനെ നമ്മൾ സ്റ്റീം ആക്കിയ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുക. ഒരു 20 മിനിറ്റോളം അതിനെ സ്റ്റീം ആക്കിയിട്ട് വെക്കുക. അപ്പോൾ അത് നല്ല റെഡി ആയിട്ടുണ്ടാവും. ഏകദേശം 20 മിനിറ്റോളം ഞാൻ വെച്ചിന്. അപ്പം നമ്മളെ സാധനം റെഡി ആയിന്. തുറന്നു നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് ഡൗട്ടായി 1 കഴിക്കണ 2 കഴിക്കണ എന്നുള്ളൊരു നല്ലൊരു ഡൗട്ട് ഉണ്ട്. ഏതായാലും 2 കഴിക്കാന്ന് വെച്ചിട്ട് 2 എടുത്തിട്ട് നല്ല പ്ലേറ്റിലേക്ക് ഇട്ട് എന്റെ ബായിൽ കപ്പലോടാനുള്ള വെള്ളം ഉണ്ടായിനി. അപ്പൊ സാധനം റെഡി ആയിട്ടുണ്ട്. തിന്നോക്കിയിട്ട് ഇതിന്റെ റിസൾട്ട് പറയാം. സാധനം നല്ല ചൂട് തിന്നാനാണ് ഇതിന്റെ ടേസ്റ്റ്. പെട്ടെന്ന് തുറന്നിട്ട് കഴിക്കണമെന്നുണ്ട്, പക്ഷെ ആ ചൂട് കൊണ്ട് എനിക്ക് പെട്ടെന്ന് തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ സാധനം ഞാൻ ടേസ്റ്റ് ആക്കി നോക്കി. ഇതൊരു മിൽട്ടി മിനാമി സാധനം തന്നെ, പൊലിച്ച് പൊടി പാറയായി. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മൾ ഹസ്ബൻഡിന്റെ ഉമ്മാക്ക്. ഓരാണ് നമുക്ക് ഫ്രഷ് ചപ്പൽ എത്തിച്ചത്.